പിന്നെ നമുക്കൊരു പെണ്ണിനെ കിട്ടും. പാല ചറ്റത്തരത്തിൽ ഞാൻ മെമ്പറെ കൂടെ നിന്നുണ്ട്, പക്ഷെ ഇമ്മാതിരി കൂടെ പരിപാടി തന്നെ കിട്ടില്ല. ഉണ്ണി ഇതല്ല, നമുക്ക് ഇപ്രാവശ്യം വനിതാ വാർഡല്ലേ വന്നിക്കണേ, അപ്പൊ നമുക്ക് സ്ത്രീനെ വേണ്ടേ? അന്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടടാ? അങ്ങനെയാണെങ്കിൽ മെമ്പർ അത് ആദ്യം പറയണ്ടേ. ഒരു പെണ്ണുണ്ട്, ടീച്ചറാണ്, നമ്മുടെ കേസി മാഷ് ഭാര്യ. കിട്ടുമോ? ചോദിച്ചോക്കാം. മാഷ് അവിടെ ഉണ്ടല്ലോ, ഒരു ടീച്ചർ കാര്യം ചോദിച്ചാലോ? ചോദിക്കാം. പിന്നെ അവിടെ നിൽക്കേ, ഞാൻ ഇപ്പൊ മെമ്പർ അല്ലാന്നുള്ളൂ, പക്ഷെ പാർട്ടിന്റെ നേതാവ് ഞാൻ തന്നെയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു. നേതാവ് ചെന്നോട്ടെ. മാഷേ, ഞാനാണ് ഉണ്ണി, നമ്മുടെ പഴയ മെമ്പർ. മെമ്പർ എനിക്കറിയും, പക്ഷെ നീ പഴയ ഉടായ്പ ഉണ്ണിയല്ലേ? അതൊക്കെ പണ്ടല്ലേ മാഷേ, ഞാനിപ്പോ വളരെ ഡീസന്റാ. പിന്നെ ഇപ്പൊ വന്ന കാര്യം എന്താണെന്നുള്ളത് മെമ്പർ പറയും. എന്താണ് മെമ്പറെ? ഞാനും നമ്മുടെ പാർട്ടി എന്നൊക്കെ പറഞ്ഞാല് കാര്യങ്ങളൊക്കെ വളരെ സ്ട്രൈറ്റ് ആയിട്ട് പറഞ്ഞ ആൾക്കാരാണ്. പിന്നെ ടീച്ചർ ഒന്ന് കിട്ടും. മെമ്പർ മാഷ് തെറ്റിദ്ധരിച്ചാണ്, മെമ്പർ ഉദ്ദേശിച്ചത് അതല്ല. ഇലക്ഷന് സ്ഥാനാർത്ഥിയായിട്ട് ടീച്ചറെ കിട്ടുമെന്നാ ചോദിച്ചത്. ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. അത് നമ്മളെ ഈ നാട് ഇങ്ങനെ കാണാൻ തന്നെ ഒരു വേറെ രസമാണ്. ഇവിടെ അല്ല ഹോട്ടലിൽ. ഹോട്ടലല്ല, ആ പ്രായ മനസ്സിനെ കണ്ടത് അയാൾ ഇടങ്ങേറായി പണിയെടുക്കണം അവിടെ. അതെന്താ? അപ്പൊ നമ്മളങ്ങോട്ട് ചൊല്ലണു, അയാളെ സഹായിക്കണം. അപ്പൊ അയാൾക്ക് നമ്മളോട് ഇഷ്ടം തോന്നും. എന്താ അയാളെ മോളെ കല്യാണം കഴിക്കാൻ പോവാ? കല്യാണം കഴിക്കാനല്ല പൊട്ടാ, അപ്പൊ ആ ഇഷ്ടം നമ്മൾ വോട്ടാക്കും. ഓ മെമ്പർ കാല ബുദ്ധി. എന്നാ അപ്പൊ പൊറാട്ടയും ബീഫും ഏട്ടങ്ങോട്ട് മാറിക്കാക്ക നമ്മൾ ചെയ്യും. ഇതൊക്കെ മെമ്പർ വേണില്ല. എവിടെ ഇരിക്കും? ഭക്ഷണം കഴിച്ചാ? ഏതൊന്നും ഒരാളോട് എന്റെ സ്ഥലത്തിന്റെ അതിൽ മാറ്റി കുത്തുണ്ട്. അത് ശരി, അപ്പൊ ഇയാളുടെ സ്ഥലം അല്ലത്. അപ്പൊ ഇതൊന്നും അറിയാതെ കുതിരകളൊക്കെ ചെയ്യേണ്ടത്. അടി വാങ്ങാനായിട്ടൊരു മെമ്പർ. മെമ്പറെ ഞാൻ ഹോട്ടലിൽ കാണും.